നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ നീക്കവുമായി BJP. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ C. സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. CPIM ആക്രമണത്തിന് ഇരയായ സദാനന്ദൻ ധീരതയുടെ പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല, മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെയാണ് C. സദാനന്ദനൊപ്പം നാമനിർദ്ദേശം ചെയ്തത്. RSS ജില്ലാ സർക്കാര്യവാഹകായിരുന്ന സദാനന്ദൻ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. C. സദാനന്ദന്റെ ജീവിതം അനീതിക്ക് മുന്നിൽ തലകുനിക്കാതിരിക്കുന്ന ധൈര്യത്തിന്റെ പ്രതിരൂപമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദന സന്ദേശം. പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏത് കാര്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളവും അവർ മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് സേവനമാണ് സംഘടനാ പ്രവർത്തനം എന്നതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സേവനത്തിനുള്ള ഏത് മേഖലയായാലും ഏത് ഉപാധിയിലൂടെയാണെങ്കിലും അത് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സന്ദേശമായിട്ട് കൂടി ഈ നിർദ്ദേശത്തെ സ്വീകരിക്കുകയാണ്. ഇതോടെ കേരളത്തിൽ നിന്നും നിലവിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MP-മാരുടെ എണ്ണം 2ആയി. കായിക താരം PT ഉഷ 2022 നാമനിർദ്ദേശം വഴി രാജ്യസഭയിലെത്തിയത്. C. സദാനന്ദൻ രാജ്യസഭയിലേക്ക് എത്തുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് BJP കണക്കാക്കുന്നത്. 24 ഡൽഹി. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായി BJP ഉയർത്തിക്കാണിക്കുന്ന നേതാവാണ് C. സദാനന്ദൻ. 1994 ജനുവരി 25 CPIM പ്രവർത്തകരുടെ ആക്രമണത്തിൽ C. സദാനന്ദന് ഇരുകാലുകളും നഷ്ടമായത്. രാജ്യസഭയിലേക്ക് C. സദാനന്ദനെ എത്തിക്കുന്നതിലൂടെ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ചോര പുരണ്ട ദിനങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കാനാണ് BJPയുടെ ശ്രമം. കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂരിലെ സംഘപരിവാറുകാരുടെ മനസ്സിൽ ജീവിക്കുന്ന രക്തസാക്ഷിയുടെ പരിവേഷമാണ് C. സദാനന്ദനുള്ളത്. കണ്ണൂരിലെ കലുഷിതമായ കാലത്താണ് സദാനന്ദൻ CPIM പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായത്. ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. 2 കാലുകളും വെട്ടിമാറ്റിയെങ്കിലും ഇച്ഛാശക്തി കൊണ്ട് ആ കാലത്തെ സദാനന്ദൻ തോൽപ്പിച്ചു. സദാനന്ദന് വെട്ടേറ്റതിന്റെ പിറ്റേ ദിവസം SFI നേതാവ് KV സുധീഷിനെ RSS പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. അധ്യാപക ജീവിതത്തിനൊപ്പം RSSന്റെ ബൗദ്ധിക രാഷ്ട്രീയത്തിലും സജീവമായി നിന്ന സദാനന്ദൻ 2016 ആദ്യമായി പാർലമെന്ററി രംഗത്തേക്ക് മത്സരിക്കുന്നത്. കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റു. 2021 നിയമസഭയിലേക്ക് മത്സരിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിലെത്തി നിൽക്കെ കണ്ണൂരിലെ അക്രമരാഷ്ട്രീയത്തിന്റെ ഇര എന്ന നിലയിൽ C. സദാനന്ദനെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനും ഈ രാജ്യസഭാ പ്രവേശനത്തിലൂടെ BJP ലക്ഷ്യമിടുന്നു. 24 കണ്ണൂർ. സ്കൂളുകളിലെ പാദപൂച്ച വിവാദത്തിൽ രാഷ്ട്രീയ പോര് കനക്കുകയാണ്. ആലപ്പുഴയിൽ പ്രതിഷേധവുമായി CPIM-ഉം BJP-യും നേർക്കുനേർ തെരുവിലിറങ്ങി. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗം എന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ പ്രതികരണം. അധ്യാപകരെ ബഹുമാനിക്കാൻ RSS പഠിപ്പിച്ചു തരേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. ആലപ്പുഴ നൂർനാട് വിവേകാനന്ദ സ്കൂളിൽ BJP നേതാവിന് പാദപൂജ നടത്തിയതോടെയാണ് രാഷ്ട്രീയ വിവാദങ്ങൾ കനത്തത്. വിവേകാനന്ദ സ്കൂളിന് മുന്നിലേക്ക് ഇന്നലെ DYFI പ്രതിഷേധ മാർച്ച് നടത്തി. സ്കൂളിന് പിന്തുണയുമായി പിന്നാലെ BJP മാർച്ച്. പോലീസ് ഇടപെട്ട പ്രവർത്തകരെ പിന്തിരിപ്പിച്ചെങ്കിലും ഇരുകൂട്ടരും സ്കൂളിന് മുന്നിൽ തമ്പടിച്ച ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളി തുടർന്നു. എന്നാൽ പാദപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ പ്രതികരണം. പാദപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും ഗവർണർ. ഗുരുപൂജ ഈസ് അവർ കൾച്ചർ ആൻഡ് ഇൻ ദാറ്റ് കൾച്ചർ ഇഫ് വി ട്രൈ ടു ഫർഗെറ്റ് അവർ കൾച്ചർ വി വിൽ ഫർഗെറ്റ് അവർസെൽവ്സ്. വി വിൽ ബി നോവെയർ ഇൻ ദിസ് വേൾഡ്. These people should understand this. വിഷയത്തിൽ RSSനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. RSS ഏതോ ഒരു പ്രാകൃത യുഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ രാജ്യത്ത് ഉടനീളം നടത്തുന്നത് കേരളം അതിനോട് എല്ലാ കാലത്തും പ്രതിരോധിച്ചു. പക്ഷേ കേരളത്തിലും ഇപ്പോൾ കടന്നുകൂടുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം തീർച്ചയായും കേരളീയ പൊതുസമൂഹം പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഗവർണറല്ല ആര് പറഞ്ഞാലും പാദപൂജയെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് KSUവും വ്യക്തമാക്കി. സ്കൂളുകളുടെ മറവിൽ RSS സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നെന്നും ആരോപണം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട KSU മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി. 24 ആലപ്പുഴ.
കേരള സർവകലാശാല ഫയൽ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ശ്രമം തുടർന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സ്വകാര്യ ഏജൻസിയിൽ നിന്ന് ഫയൽ പ്രോസസിംഗ് ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് മാറ്റാനാണ് ആലോചന. ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാറാണെന്ന് സമസ്ത മുഖപത്രത്തിൽ വിമർശനം. സർവകലാശാലയുടെ ഫയലുകൾ പൂർണ്ണമായും സിൻഡിക്കേറ്റ് നിയന്ത്രിക്കുന്ന രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നിയന്ത്രണത്തിലാണ്. ഇത് തിരികെ പിടിക്കാനാണ് VC മോഹനൻ കുന്നുമ്മലിന്റെ ശ്രമം. സൂപ്പർ അഡ്മിൻ ആക്സസ് VCക്ക് മാത്രമാക്കണമെന്ന ആവശ്യം സോഫ്റ്റ്വെയർ ചുമതലയുള്ള സ്വകാര്യ ഏജൻസി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. പിന്നാലെ സോഫ്റ്റ്വെയർ ചുമതല ഡിജിറ്റൽ സർവകലാശാലയെ ഏൽപ്പിക്കാനാണ് VCയുടെ ആലോചന. ഇതിനിടെ ചാൻസലറായ ഗവർണറെ വിമർശിച്ച് മുൻ സിൻഡിക്കേറ്റ് അംഗമായ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല രംഗത്തെത്തി. രജിസ്ട്രാർ ആരെന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല ഗവർണർക്കാണെന്നും നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഗവർണറാണെന്നും ചാമക്കാല കുറ്റപ്പെടുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാറാണെന്നും ഇതിനെ പ്രീണിപ്പിച്ചാണ് ഇടതുപക്ഷം മുന്നോട്ട് നീങ്ങുന്നതെന്നും എഡിറ്റോറിയലിൽ വിമർശിച്ചു. 24 തിരുവനന്തപുരം. അഹമ്മദാബാദ് വിമാനാപകടം പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അപകടത്തിലും പ്രാഥമിക റിപ്പോർട്ടിന്മേലും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ആവശ്യപ്പെടും. വ്യോമയാന മന്ത്രി വിശദീകരിക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അപകടത്തിന് കാരണം പൈലറ്റുമാരുടെ പിഴവെന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. AI-171 വിമാനത്തിന്റെ അപകടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ദുരൂഹതകളിലേക്കാണ് വഴിവെച്ചത്. റിപ്പോർട്ടിൽ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ആര് എങ്ങനെ ഓഫായി എന്നതിൽ വ്യക്തതയില്ല. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ അപകടം സംഭവിച്ചതിലും നിരവധി സംശയങ്ങൾ അവശേഷിക്കുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രതിപക്ഷം നേതൃത്വം നൽകുന്ന 2 പാർലമെന്റ് സമിതികൾ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ചിരുന്നു. സ്വിച്ചുകൾക്ക് ഇരുവശവും സംരക്ഷണ ബ്രാക്കറ്റുകൾ ഉള്ളതിനാൽ അബദ്ധത്തിൽ കൈതട്ടി സ്വിച്ച് ഓഫ് ആകാനുള്ള സാധ്യതയില്ലെന്നും ഇലക്ട്രിക് പിഴവിനെ തുടർന്ന് സ്വിച്ചുകൾ കട്ട് ഓഫ് ആകാൻ സാധ്യത ഉണ്ടെന്നും വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ബ്ലാക്ക് ബോക്സുകൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയതിൻ്റെ കാരണം പുറത്തുവരൂ. ഹാങ്ങറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളുടെ ഭാഗങ്ങളും വിമാനത്തിൻ്റെ മറ്റവശിഷ്ടങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിന് തീപിടിച്ചതിന് പിന്നിൽ അട്ടിമറിയെന്ന സംശയം. അപകടം നടന്നതിന് 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ചരക്ക് ട്രെയിനിന്റെ 18 ബോഗികളാണ് പാളം തെറ്റിയത്. 12 ബോഗികൾ കത്തിനശിച്ചു. 12 ട്രെയിനുകൾ പൂർണ്ണമായും 13 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഇതിൽ എന്തൊക്കെയാണ് ഈ അട്ടിമറി എന്നുള്ള സംശയം ഉയരാൻ കാരണമായിട്ടുള്ളത്? മറ്റൊന്ന്, ഈ റെയിൽ ഗതാഗതം എപ്പോൾ സാധാരണ രീതിയിലാകും? ഈ തിരുവള്ളൂരിൽ പാസഞ്ചർ ട്രെയിനിൽ തീ പിടിച്ചതിന് പിന്നാലെ തന്നെ റെയിൽവേ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഏതാണ്ട് അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തി. ദക്ഷിണ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തി നടത്തിയ പരിശോധനയിലാണ് ഒരു അട്ടിമറി സാധ്യത തെളിഞ്ഞു കാണുന്നത്. അതായത് ഈ ട്രെയിൻ മറിഞ്ഞതിന് അല്ലെങ്കിൽ പാളം തെറ്റിയ ശേഷം ആണ് തീ പിടിക്കുന്നത്. അതിന് മുന്നോടിയായി ഒരു 100 മീറ്റർ അകലെ പാളത്തിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിള്ളൽ സ്വാഭാവികമായിട്ടുണ്ടായതല്ല, മറിച്ച് മനഃപൂർവ്വമായി സൃഷ്ടിച്ചെടുത്ത വിള്ളലുകളാണ് എന്നുള്ള നിഗമനത്തിലാണ് പ്രാഥമിക റെയിൽവേ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം റെയിൽവേ നൽകിയിട്ടില്ല. പക്ഷേ മാധ്യമപ്രവർത്തകരോടടക്കം ചില ഉദ്യോഗസ്ഥർ സംസാരിച്ചത് ഇത്തരത്തിൽ അപകടത്തിൽ ഒരു അട്ടിമറി സാധ്യത കാണുന്നുണ്ട്, അതിൽ വിശദമായ പരിശോധന ഉണ്ടാകുമെന്നാണ്. ഈ സമീപകാലത്ത് ഈ ചെന്നൈയിലും ഒപ്പം തന്നെ തിരുവള്ളൂരിനും ഇതിനിടയിൽ ഉണ്ടായ പല റെയിൽവേ അട്ടിമറി ശ്രമങ്ങളും വെളിച്ചത്ത് വന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം നടന്ന ഒരു അട്ടിമറിയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം എന്തായാലും ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇനി മറ്റേതെങ്കിലും ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് എത്തുമോ എന്നുള്ള കാര്യവും ഇപ്പോൾ അങ്ങനെയും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഒരു ട്രെയിൻ
തീ എന്തായാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായും അണച്ചിട്ടില്ല. ഏതാണ്ട് 70,000 ലിറ്ററോളം ഡീസൽ കത്തി നശിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏതാണ്ട് 18 ബോഗികൾ പാളം തെറ്റി, അതിൽ 12 ബോഗികൾ പൂർണ്ണമായും കത്തി നശിച്ചു. അപ്പോൾ വലിയൊരു തീപിടുത്തമുണ്ടായി. രാവിലെ മുതൽ ഏതാണ്ട് ഇപ്പോൾ ഒരു 4:30 വരെയുള്ള പ്രധാനപ്പെട്ട ട്രെയിനുകൾ ഈ റൂട്ടിലുള്ളതെല്ലാം റദ്ദു ചെയ്തതായുള്ള അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സബർബൻ റെയിൽവേ ഈ ഗതാഗതം അത് പൂർണ്ണമായും തന്നെ രാവിലെ മുതൽ അത് ക്യാൻസൽ ചെയ്തിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള പാസഞ്ചർ ട്രെയിനുകളും മറ്റുമൊന്നും ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ അതുമുണ്ട്. മറിച്ച് ഇന്ന് കേരളത്തിൽ നിന്നടക്കം ഇങ്ങോട്ടെത്തിയ 2 ട്രെയിനുകൾ കാട്ട്പാടിയിലും മറ്റുമായി പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് യാത്രക്കാർ അവിടെ നിന്ന് ചെന്നൈയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ ബസ്സിൽ പോകുന്ന കാഴ്ചകളും കണ്ടിരുന്നു. പലരും ഇതിനിടയിലുള്ള പല റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ട്രാക്കിലൂടെ നടന്നു പോകുന്ന പലരുടെയും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഒരു ഇമ്പാക്റ്റാണ് ഈ ഒരു അപകടത്തിനുണ്ടായത്. അട്ടിമറി ശ്രമം എന്നുള്ളതിൽ തന്നെയുള്ള ഒരു അന്വേഷണം റെയിൽവേ എന്തായാലും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള ഒരു വിശദീകരണം റെയിൽവേയുടെ ഭാഗത്ത് എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി എന്നുള്ളൊരു വിശദീകരണം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൂടി ഇനി ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ കവരപ്പെട്ട പോലെയുള്ള റെയിൽവേ അപകടങ്ങളിൽ അതിൻ്റെ അന്വേഷണം ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതും ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ അപകടങ്ങൾ അടുത്തിടെയായി 2-3 തവണ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഈ ചെന്നൈയിലും മറ്റുമൊക്കെയായി. അപ്പോൾ അതിൻ്റെ അന്വേഷണവും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ ഇപ്പോൾ തേടി വരുന്നവരുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ നിയന്ത്രണ വിധേയമാകും, അല്ലെങ്കിൽ അത് പൂർണ്ണമായി അടയ്ക്കാൻ കഴിയും. റെയിൽ ഗതാഗതം രാത്രിയോടുകൂടി മാത്രമേ അത് പുനഃസ്ഥാപിക്കാനാവുകയുള്ളൂ എന്ന് പറയാൻ കഴിയുള്ളൂ. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. 12 ട്രെയിനുകൾ പൂർണ്ണമായും 13 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉൾപ്പെടെ മറ്റൊരു സ്റ്റേഷനിലാണ് സർവീസ് അവസാനിപ്പിക്കുക. യാത്രക്കാർ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമല്ലോ. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നതിൽ ഇളവ് തേടി യമൻ പ്രോസിക്യൂട്ടർക്ക് അപേക്ഷ നൽകി അമ്മ പ്രേമകുമാരി. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. വധശിക്ഷ നടപ്പാക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അപേക്ഷ നൽകിയത്. വധശിക്ഷ ഈ മാസം 16-ന് നടപ്പാക്കരുതെന്നും ദയാധനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണെന്നും പ്രേമകുമാരി യമൻ പ്രോസിക്യൂട്ടർക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നു. സനയിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കേസിന്റെ അടിയന്തര സ്വഭാവം പരിഗണിച്ച് അഡ്വക്കേറ്റ് രാജ് ബഹദൂർ യാദവ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വക്കാലത്ത് സമർപ്പിച്ചു. നിമിഷപ്രിയയുടെ മോചനം എത്രയും വേഗം സാധ്യമാക്കാനുള്ള വഴികൾ തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. വിനീത വിജി, 24, ഡൽഹി. ഷാർജയിൽ ഭർതൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിഭജിക വർഷങ്ങളായി സ്ത്രീധന പീഡനം നേരിട്ടതിന്റെ തെളിവുകൾ 24-ന്. വിവാഹത്തിന് മുൻപ് തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാണ്. വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ കേസെടുക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. വർഷങ്ങളായി വിഭജിക ഭർത്താവിൽ നിന്ന് പീഡനം നേരിട്ടിരുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായി. 2022 മുതൽ വിവാഹമോചനത്തിന് ശ്രമിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന നിർണായക വിവരമാണ് ഓഡിയോ സന്ദേശത്തിലുള്ളത്. കാര്യമൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ 2.5 ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ നിന്നിട്ടെന്നെ ഉണ്ടായിരുന്നു. അതോടെ വീട്ടുകാരുടെ ഇത് തീർന്നു. സ്വർണവും അതും കൂടെ തന്നത്. അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നല്ലോ, അതിന് 1.25 ലക്ഷം രൂപ അടയ്ക്കണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അത് അടച്ചിട്ട്, കാരണം എനിക്ക് ജോലിയില്ല, അപ്പം എനിക്കുള്ള മുതലിൽ നിന്ന് അടയ്ക്കാൻ പറ്റും. എനിക്ക് അവൻ്റെ നിന്നോ അവൻ്റെ അച്ഛനെ സമ്പാദിച്ചത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. വിവാഹ സമയത്ത് വീട്ടുകാർ സ്വർണത്തിന് പുറമെ 2.5 ലക്ഷം രൂപ വിഭജികയ്ക്ക് പണമായി നൽകി. അതിൽ നിന്നും സ്വന്തം വിദ്യാഭ്യാസ ലോണിന്റെ തുക അടയ്ക്കാൻ പറഞ്ഞത് തർക്കത്തിലേക്ക് നയിച്ചു. ദാമ്പത്യ പ്രശ്നങ്ങൾ പുറത്തറിയിച്ചതിൽ ഭർത്താവ് നിതീഷിനോട് വിഭജികയ്ക്ക് വിയോജിപ്പുണ്ടായിരുന്നു. വിവാഹമോചനത്തിനെക്കുറിച്ച് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിരുന്നുവെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. അതേസമയം ഇരുവരുടെയും മരണത്തിൽ കേസെടുക്കാനൊരുങ്ങുകയാണ് കേരള പോലീസ്. വിഭജികയുടെ മാതാവ് ശൈലജയുടെ പരാതിയിലാണ് കുണ്ടറ പോലീസ് കേസെടുക്കുക. ഇന്ന് തന്നെ ശൈലജയുടെ മൊഴിയെടുക്കുമെന്നാണ് വിവരം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസി, കേന്ദ്ര വിദേശകാര്യമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കോൺഗ്രസ് വേദിയിൽ യൂത്ത് കോൺഗ്രസിനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന നേതാവ് PJ കുര്യൻ. സമരം ചെയ്യുന്ന SFIയെ കണ്ടു പഠിക്കണം. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ TV-യിൽ മാത്രമാണ് കാണുന്നത്. എന്നാൽ തെരുവിലെ സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാർ ഉണ്ടെന്ന് PJ കുര്യനെ അതേ വേദിയിലിരുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി.
പത്തനംതിട്ടയിൽ DCC സംഘടിപ്പിച്ച സമരസംഗമത്തിൽ KPCC അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെയും വേദിയിലിരുത്തിയായിരുന്നു PJ കുര്യന്റെ രൂക്ഷ വിമർശനം. സംഘടനാ പ്രവർത്തനം TV-യിൽ മാത്രം പോരാ, നാട്ടിലിറങ്ങി ആളെ കൂട്ടണം. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം. SFIയുടെ സർവകലാശാല സമരത്തെ പ്രശംസിക്കാനും കുര്യൻ മടിച്ചില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ TV-യിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേര് കൊണ്ടുവരും. തന്റെ നിർദ്ദേശം അവഗണിച്ചതോടെ കഴിഞ്ഞ തവണത്തെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് PJ കുര്യൻ തുറന്നടിച്ചു. തന്റെ നിർദ്ദേശം കേട്ടിരുന്നുവെങ്കിൽ 3 സീറ്റിലെങ്കിലും ജയിക്കാമായിരുന്നുവെന്നും കുര്യൻ. സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചവരും അതിന്റെ പോളിസി തീരുമാനിച്ചവരും ആരോടും ആലോചിക്കാതെ ഈ ജില്ലയിൽ ആരോടും ആലോചിക്കാതെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കി. അനന്തരഫലം ഞാൻ പറഞ്ഞ ചെയ്തിരുന്നെങ്കിൽ 3 പേര് ജയിക്കുമായിരുന്നു. ഞാൻ ഇനിയും വേണമെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വിമർശനത്തിന് അതേ വേദികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. കുടുംബസംഗമത്തിൽ യൂത്ത് കോൺഗ്രസുകാർ ഇല്ലെങ്കിലും തെരുവിലെ സമരങ്ങളിൽ ആളുണ്ടെന്ന് രാഹുൽ. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും. പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും. KPCCയുടെ പുതിയ നേതൃത്വത്തെ വേദിയിലിരുത്തിക്കൊണ്ടുള്ള വിമർശനത്തിൽ PJ കുര്യനെതിരെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനോടകം പാർട്ടിയെ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. 24 പത്തനംതിട്ട. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 18 ദിവസം നീണ്ട ഗവേഷണങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയും സംഘവും നാളെ മടങ്ങും. ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 4:30 അൺഡോക്കിംഗ് ആരംഭിക്കാനാണ് തീരുമാനം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെ അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കും. സഞ്ചാരികളെ വഹിക്കുന്ന ക്രൂ ഡ്രാഗൺ പേടകം ഫ്ലോറിഡ തീരത്ത് പതിക്കുന്ന സമയത്തെ കാലാവസ്ഥയും മറ്റ് പല ഘടകങ്ങളും പരിശോധിച്ചതിനു ശേഷം മാത്രമേ അൺഡോക്കിംഗ് ആരംഭിക്കൂ. അൺഡോക്ക് ചെയ്യുന്ന സമയത്ത് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ ഭ്രമണപഥത്തിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരിടത്തെത്തിയിരിക്കണം. അൺഡോക്ക് ചെയ്തതിനു ശേഷം സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പരമാവധി അകലെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. തുടർന്ന് വായു സമ്മർദ്ദമില്ലാത്ത ട്രങ്ക് ഭാഗം പേടകത്തിൽ നിന്ന് വേർപെടും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ 3800 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയെ പേടകത്തിന് അതിജീവിക്കേണ്ടതായി വരും. പേടകത്തിന്റെ കനത്ത ചൂടിനെ അതിജീവിക്കുന്ന താപകവചമാണ് ബഹിരാകാശ സഞ്ചാരികളെ സംരക്ഷിക്കുന്നത്. തുടർന്ന് കൺട്രോൾഡ് ലാൻഡിംഗ് ആരംഭിക്കുന്ന പേടകം ഫ്ലോറിഡ തീരത്തിനടുത്തുള്ള കടലിൽ പതിക്കും. കടലിൽ നിന്ന് പേടകത്തെ വീണ്ടെടുക്കാനുള്ള കപ്പൽ സജ്ജമായിരിക്കും. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. മലപ്പുറം മങ്കട കർക്കിടകത്ത് തെരുവുനായ കുറുകച്ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. വെണ്ടില സ്വദേശി നൌഫലാണ് മരിച്ചത്. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി മലപ്പുറത്തുനിന്ന്. സമീർ, പറയൂ. ഉന്മേഷ, ഇന്ന് രാവിലെ 10 മണിക്കാണ് മങ്കട കർക്കിടകത്തെ അപകടം സംഭവിക്കുന്നത്. ഓട്ടോറിക്ഷയിൽ ഓടി വന്ന തെരുവ് നായ ഓട്ടോറിക്ഷയ്ക്ക് മുൻപിൽ ചാടിക്കൊണ്ട് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഈ നായയിലിടിച്ച് മറിയുകയായിരുന്നു. ഓട്ടോ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ വെള്ളില സ്വദേശി നൌഫൽ എന്ന 40-കാരനാണ് മരിച്ചിരിക്കുന്നത്. ഓട്ടോറിക്ഷയിൽ 3 യാത്രക്കാരും ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്കും പരിക്കേറ്റിരിക്കുകയാണ്. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം.
ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ നാട്ടുകാർ ഓടിക്കൂടി ഈ നൗഫലിനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ പ്രദേശത്ത് എന്ന് പറയുന്നത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ്. പലപ്പോഴും ഈ ആളുകൾക്ക് പിറകെയൊക്കെ തെരുവുനായ ഓടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇന്നും ഒരു തെരുവുനായയുടെ ശല്യം കാരണം അല്ലെങ്കിൽ തെരുവുനായയുടെ ഇടപെടൽ കാരണം ഒരു ജീവൻ കൂടി പൊലിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതിനിടയിൽ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. തിരുവള്ളൂർ ട്രെയിൻ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് റെയിൽവേയുടെ 3 പ്രത്യേക സംഘങ്ങൾ എന്ന വാർത്ത. 200 മീറ്റർ ട്രാക്കും ഇലക്ട്രിക് ലൈനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ അപകടത്തിന് പിന്നാലെ എന്നുകൂടി ഇപ്പോൾ മുഹമ്മദ് റഹീസ് അറിയിക്കുന്നുണ്ട്. മറ്റൊന്ന്, കൂടരഞ്ഞി കൊലപാതക വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അത് നിഖിൽ പ്രമേഷ് അറിയിക്കുന്നുണ്ട്. CPIയുടെ തൃശൂർ ജില്ലാ കൗൺസിലിൽ നിന്ന് നാട്ടിക MLA CC മുകുന്ദനെ ഒഴിവാക്കി എന്നുള്ള വാർത്ത ഇപ്പോൾ അറിയിക്കുന്നുണ്ട് YS അഭിനന്ദ്. തമിഴ്നാട്ടിലെ കസ്റ്റഡി മരണങ്ങളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കടന്നാക്രമിച്ച് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. കസ്റ്റഡി മരണങ്ങൾ സംഭവിച്ച ശേഷം മാപ്പ് പറയാൻ മാത്രം എന്തിനാണ് ഒരു സർക്കാർ എന്നായിരുന്നു വിജയുടെ ചോദ്യം. കസ്റ്റഡി മരണങ്ങളിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളെ വേദിയിൽ അണിനിരത്തിയാണ് വിജയ് തന്റെ ആദ്യ പ്രതിഷേധ പരിപാടിക്ക് തുടക്കമിട്ടത്. പ്രസംഗത്തിലുടനീളം സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. സോറി പറയാൻ മാത്രം എന്തിനാണ് ഒരു സർക്കാർ എന്ന വിജയുടെ ചോദ്യം. எப்படி கேள்வி கேட்டாலும் உங்ககிட்ட இருந்து எந்த பதிலும் வர போறல, ஏன்னா இருந்தா தானே வரும். மேக்சிமம் உங்ககிட்ட இருந்து வர பதில் சாரிமா. இந்த வெற்று விளம்பர மாடல் திமுக സർക്കാർ இப்ப சாரிமா மாடல் സർക്കാരാ മാറിருச்சு. CBI RSSന്റെയും BJPയുടെയും ചട്ടുകമാണെന്ന് നേരത്തെ പറഞ്ഞ സ്റ്റാലിന് ഇപ്പോൾ ആ അഭിപ്രായമില്ലേ എന്നും ചോദ്യം. அன்னைக்கு நீங்க சொன்னதும் இன்னைக்கு நடக்கிறதும் அதே தானே, அதே CBI தானே, அதே CBI RSS BJPயோட கைப்பாவையா தான் இருக்கு. TVKയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കൂടിയാണ് ഇന്ന് ചെന്നൈയിൽ കണ്ടത്. AIADMK BJP സഖ്യത്തിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ച വിജയ്ക്ക് ഇനിയുള്ള മാസങ്ങൾ നിർണായകമാണ്. വിജയ് പങ്കെടുത്ത ആദ്യ പ്രതിഷേധ പരിപാടി വൻ വിജയമാണെന്നാണ് TVKയുടെ വിലയിരുത്തൽ. ആയിരക്കണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. തുടർന്ന് മറ്റു ജില്ലകളിലേക്കും ഇത്തരത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കാനും വിജയെ പങ്കെടുപ്പിക്കാനുമാണ് തീരുമാനം. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. UDFിനോട് അടുക്കാനുള്ള KTDC ചെയർമാൻ PK ശശിയുടെ നീക്കം നിരീക്ഷിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം. PK ശശിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പാലക്കാട് ജില്ലാ നേതൃത്വം കൈമാറിയിട്ടുണ്ട്. PK ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച VK ശ്രീകണ്ഠൻ MP സ്വപ്നലോകത്തെ ബാലഭാസ്കരനെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പരിഹസിച്ചു. VK ശ്രീകണ്ഠനെ തള്ളി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ് PK ശശിയുടെ ശ്രമമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. ഷൊർണൂർ സീറ്റിൽ PK ശശി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത വരെ CPIM കാണുന്നുണ്ട്. ഷൊർണൂരിലെ മുൻ MLA ആയ ശശിയെ അവിടെ സ്വതന്ത്രനായി അവതരിപ്പിക്കാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പദ്ധതിയുണ്ടെന്നാണ് CPIM സംശയിക്കുന്നത്. ജയസാധ്യതയ്ക്കപ്പുറം ഇടതുമുന്നണിയിൽ ഇളക്കമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. മണ്ണാർക്കാട്ടെ പരിപാടിയാണ് ശ്രദ്ധ നേടിയതെങ്കിലും അതിനു മുമ്പും ശശി UDF വേദിയിലെത്തിയതായി പാലക്കാട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. PK ശശിയെ കൂടെ കൂട്ടാനുള്ള കോൺഗ്രസ് ശ്രമത്തോട് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: മണ്ണാർക്കാട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല, CPIMൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പ്രശ്നമില്ലാത്തതിൽ ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല. PK ശശിയെ കൂടെ കൂട്ടാനുള്ള നീക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ വിയോജിപ്പുണ്ട്. സ്ത്രീകളെ അപമാനിച്ചവർക്ക് ഒളിക്കാനുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയെ നേരിട്ട് വിമർശിക്കാനോ വെല്ലുവിളിക്കാനോ മുതിരാത്തതിനാൽ ശശിക്കെതിരെ പ്രതികരിക്കാനോ നടപടിയെടുക്കാനോ കഴിയാത്തതാണ് CPIM നേരിടുന്ന പ്രതിസന്ധി. 24 തിരുവനന്തപുരം, പാലക്കാട്. PK ശശി എന്നല്ല CPIMൽ നിന്ന് കോൺഗ്രസിലേക്ക് ആരെയും കിട്ടില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. കോൺഗ്രസ് ഓഫീസിൽ കുറെ ഖദർ ഷർട്ടുകളുണ്ട് എന്നാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. കോൺഗ്രസ് വിട്ട് CPIMലേക്ക് വന്ന നേതാക്കൾ ഉപേക്ഷിച്ച ഷർട്ടുകളായിരിക്കും അതെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. CPIMലെ സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. കണ്ടല്ലോ, വാർത്തകളൊക്കെ കണ്ടല്ലോ. PK ശശി ഒന്ന് പറയുന്നു, അതിനുശേഷം അത് തിരുത്തി പറയുന്നു, പിന്നീട് VK ശ്രീകണ്ഠൻ ക്ഷണിക്കുന്നു. എന്താണ് ഇങ്ങനൊരു സംഭവം? ഇന്ന് ഏതൊരു പത്രത്തിൽ കണ്ടു, ശ്രീകണ്ഠൻ ഒരു ഷർട്ട്, വെള്ള ഷർട്ടൊക്കെ ആർക്കോ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ടു. അത് എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നത്, കോൺഗ്രസ് ഓഫീസിലെ
അവർ ഉപേക്ഷിച്ച് പോയിട്ടുള്ള കുറേ അധികം ഷർട്ട് അവിടെ വെറുതെ കിടക്കുന്നുണ്ട്. അതായത് ഡോക്ടർ സരിൻ, ഷാനിബ്, ഇപ്പോൾ അവസാനം കോട്ടായിൽ മോഹനൻ അവരൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ഷർട്ടുകളാണ് DCC ആഫീസിൽ കുറേ വെറുതെ കിടക്കുന്നുണ്ട് തോന്നുന്നു. അത് മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കക്കാരൊക്കെ വന്നിരുന്നു, ഇപ്പോൾ അവർ പോലും വരുന്നില്ല. അപ്പോൾ അത് അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള അവർ നിശ്ചയിച്ചോട്ടെ. ആ ഷർട്ടൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും പാകാവുന്നതല്ല. ഞങ്ങളുടെ പാർട്ടിയിലെ ഒരാൾക്കും പാകാവാത്ത ഷർട്ടാണ് അത്. കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ച് പോയതാണ്. കോഴിക്കോട് കൂടരഞ്ഞിൽ 39 വർഷങ്ങൾക്ക് മുൻപ് ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന പ്രതിയുടെ വെളിപ്പെടുത്തലിൽ നിർണായക നീക്കവുമായി പോലീസ്. കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രം പുറത്തുവിട്ടു. വീട്ടുടമ ഈ ചിത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് പുതിയ നീക്കം? 4 പതിറ്റാണ്ട് മുൻപ് സംഭവിച്ച ഒരു കേസിൽ ഇനി എന്താണ് മുന്നോട്ടുള്ള പോംവഴി എന്ന് അന്വേഷിച്ച് ആകെ അങ്കലാപ്പിലായിരുന്ന പോലീസിന് മുന്നിലേക്ക് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ N. സുഭാഷ് ബാബു തന്നെ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുകയായിരുന്നു. അദ്ദേഹം രണ്ടാമത് മുഹമ്മദ് അലി കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആളുടെ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ ഈ കേസിനൊരു ഉണർവുണ്ടാവുകയും ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള മുഹമ്മദ് അലിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു നൽകിയ വിവരങ്ങൾ പ്രകാരം പോലീസ് ഇപ്പോൾ ഒരു രേഖാചിത്രം തയ്യാറാക്കി. അത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ രേഖാചിത്രം വരച്ചതും. പ്രേംദാസ് എന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ രേഖാചിത്രം വരച്ചത്. ഏതാണ്ട് 80% ഈ ചിത്രം വ്യക്തമാണ്, കൃത്യമാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട എന്ന് കരുതപ്പെടുന്ന ആൾ ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഉടമ, അവിടുത്തെ വീട്ടുടമ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരാളിവിടെ ജോലി ചെയ്തിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അത് കേവലം ഈ ഫോട്ടോ കാണിച്ച് ഈ ആളിവിടെ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയല്ല. പോലീസ് ഒരുപാട് ചിത്രങ്ങൾ ഇദ്ദേഹത്തിന് മുന്നിൽ നിരത്തുകയും, അതായത് വീട്ടുടമയ്ക്ക് മുന്നിൽ ഏതാണ്ട് ഒരുപാട് ചിത്രങ്ങൾ നിരത്തുകയും ഇതിൽ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആൾ ആരാണ് എന്ന് ചോദിക്കുകയും അദ്ദേഹം കൃത്യമായി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ചിത്രം പിക്ക് ചെയ്യുകയുമായിരുന്നു. ഇതോടുകൂടിയാണ് പോലീസ് തങ്ങളുടെ രേഖാചിത്രം ഏറെക്കുറെ കൃത്യമാണ് എന്ന് ഉറപ്പിക്കുന്നത്. ഇനിയിപ്പോൾ പോലീസിന് അറിയേണ്ടത് ആരെങ്കിലും ഈ ദൃശ്യങ്ങൾ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും ഇടത്ത് വെച്ച് ഇത്തരത്തിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് കൂടരഞ്ഞി പോലീസിന് അക്കാര്യം അറിയിക്കണമെന്നുള്ള ആവശ്യമാണ് CI അടക്കം മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് ഈ അന്വേഷണവുമായി നിലവിലത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. നേരത്തെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം വെളിവാക്കിയ കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാകുന്നു എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. ശരി നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിന് കാരണം പെട്രോൾ ട്യൂബ് ലീക്കായതെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. അപകടത്തിൽ മരിച്ച 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി. ചികിത്സയിലുള്ള മാതാവ് LC മാർട്ടിന്റെയും മകൾ അലീനയുടെയും നില ഗുരുതരമായി തുടരുകയാണ്. പെട്രോൾ ട്യൂബ് ലീക്ക് ചെയ്തതാണ് കാർ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിന് കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ പടർന്നു. ഇത് പിന്നീട് നിയന്ത്രണാതീതമായെന്നും MVD കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച ആൽഫ്രഡിന്റെയും എമിലിയുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. പാലന ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം 2 ദിവസം സൂക്ഷിക്കുക. സംസ്കാരം പിന്നീട് നടക്കും. സംസ്കാരത്തിനുള്ള എല്ലാ ചെലവും ഗവൺമെന്റ് വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ റവന്യൂ മിനിസ്റ്ററായിട്ട് വിളിച്ച് സംസാരിച്ചു. ഇപ്പോൾ കളക്ടറടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ധനസഹായം 16-ാം തീയതി മുഖ്യമന്ത്രി വന്ന ശേഷം 17-ാം തീയതി മുഖ്യമന്ത്രി എത്തുള്ളൂ. 16-17 എത്തുള്ളൂ. വന്ന ശേഷം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനമുണ്ടാകും. ഇന്നലെയാണ് എറണാകുളത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സഹോദരങ്ങളായ ആൽഫ്രഡും എമിലിയും മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് LC മാർട്ടിനും മൂത്തമകൾ അലൈന മാർട്ടിനും ഇപ്പോഴും എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 പാലക്കാട്. ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. കരുനാഗപ്പള്ളി സ്വദേശിയായ ജയകൃഷ്ണനെതിരെയാണ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹം ജന്മനാടായ നേമത്തേക്ക് കൊണ്ടുപോകും. CCTV ദൃശ്യങ്ങളടക്കം വിശദമായി പരിശോധിച്ച ശേഷമാണ് വാഹനമോടിച്ച ജയകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തത്. ചാർജിംഗ് സ്റ്റേഷനിലേക്ക് വാഹനം കയറ്റുമ്പോൾ നിയന്ത്രണം നഷ്ടമായി അപകടമുണ്ടാകുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് ജീവഹാനി ഉണ്ടാക്കിയതിനടക്കമാണ് കേസ്. കൂടാതെ വാഹനവും പോലീസ് പിടിച്ചെടുത്തു. അതേസമയം അപകടത്തിൽ മരിച്ച അയാൻഷ് നാഥിന്റെ സംസ്കാരം ഇന്ന് നേമത്ത് നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. അപകടത്തിൽ പരിക്കേറ്റ അമ്മ ആര്യയുടെ നില ഗുരുതരമായി തുടരുകയാണ്. 48 മണിക്കൂറിന് ശേഷമേ ആര്യയുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതി പറയാൻ സാധിക്കൂ. ഇന്നലെ വൈകുന്നേരം വാഗമൺ റൂട്ടിൽ വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിൽ വെച്ചാണ് അപകടമുണ്ടായത്. 24 കോട്ടയം.
കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിൽ നീന്താനെത്തിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പയ്യാനക്കൽ കപ്പക്കൽ സ്വദേശി 17-കാരനായ യഹിയാണ് മരിച്ചത്. കുറ്റിച്ചിറ കുളത്തിൽ നീന്താനെത്തുന്നവർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാവിലെ 9:20 സംഭവം. നീന്തുന്നതിനിടെ യഹിയ മുങ്ങിപ്പോവുകയായിരുന്നു. പ്രദേശവാസികളും നീന്തൽ പരിശീലിപ്പിക്കുന്നവരും ഫയർഫോഴ്സും ചേർന്ന് കുട്ടിയെ പുറത്തെടുത്തു. ബീച്ച് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഞായറാഴ്ചകളിൽ 300-400ഓളം കുട്ടികൾ വന്നിട്ട് ഇവിടെ ഒരു സേഫ്റ്റി മാനദണ്ഡമില്ല. മുന്നേ തന്നെ ഒരു 3 കൊല്ലം മുന്നേ തെക്കേപ്പുറം യൂത്ത് വിങ് എന്ന് പറഞ്ഞാൽ ഞാനടങ്കം ഒരു സംഘടനയാണ് ഇവിടെ 12ഓളം സേഫ്റ്റി ബോയകൾ വെച്ചിരുന്നത്. അത് 3 കൊല്ലത്തിന് ഇടയിൽ നശിച്ചുപോയി. അതിനുശേഷം 3 കൊല്ലത്തിൽ മരണങ്ങൾ ഉണ്ടായിരുന്നില്ല. കുളത്തിൽ നീന്താനെത്തുന്നവർക്ക് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് പ്രദേശവാസികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നു. പക്ഷേ കോർപ്പറേഷൻ മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നാണ് പരാതി. കോർപ്പറേഷൻ്റെ അണ്ടറിലോ ഗവൺമെൻറ് അണ്ടറിലോ ഒരു ആളുകളെ ഇവിടെ ഏർപ്പാടാക്കണം. ഏത് കുളം ആയിക്കോട്ടെ, സ്വിമ്മിംഗ് പൂൾ ആയിക്കോട്ടെ, അവിടെ സുരക്ഷയ്ക്കായിട്ടുള്ള കുറച്ച് ആളുകളെ അതിനു വേണ്ടി നിയോഗിക്കാൻ വേണം. അല്ല എന്നുണ്ടെങ്കിൽ കൊല്ലം ഇതുപോലെ കുട്ടികൾ, പ്രത്യേകിച്ചിട്ട് ഈ കുളത്തിനെ കുറിച്ചിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമേ പരിചയമുള്ളൂ. പുറത്തുനിന്ന് പല ഭാഗത്തുനിന്ന് ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കറിയില്ല ഈ കുളത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന്. ആ ഭാഗത്തേക്ക് പോയാൽ ഫുള്ള് ചെളിയാണ്. ഒഴിവു ദിവസങ്ങളിൽ നീന്താനെത്തുന്നവരും സ്ഥിരമായി നീന്തൽ പരിശീലിപ്പിക്കുന്നവരുടെ കീഴിലുള്ളവരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത്. അതുകൊണ്ടുതന്നെ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്നും ആവശ്യമുയരുന്നു. 24 കോഴിക്കോട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരങ്ങൾക്ക് നിരോധനം എന്ന വാർത്ത വരുന്നു. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് ചൂണ്ടിക്കാണിച്ച് വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകിയെന്നുള്ളതാണ്. സർവകലാശാല കെട്ടിടങ്ങൾ, പരീക്ഷാ ഭവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ 200 മീറ്റർ ചുറ്റളവിൽ പ്രകടനങ്ങളോ ധർണയോ സമരമോ പാടില്ല എന്ന് കാണിച്ചാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചിരിക്കുന്നത്. തേഞ്ഞിപ്പലം പോലീസിന്റേതാണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരങ്ങൾക്ക് നിരോധനം എന്ന വാർത്ത. മലപ്പുറം പരപ്പനങ്ങാടി പാലത്തിങ്ങൽ പുഴയിൽ കാണാതായ 17-കാരനായുള്ള തിരച്ചിൽ 5ാം ദിവസത്തിലേക്ക് കടന്നു. NDRFും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. താനൂർ എടക്കടപ്പുറം സ്വദേശി ജുറൈജിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പാലത്തിങ്ങലിൽ കടലുണ്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥിയെ കാണാതാകുന്നത്. തിരച്ചിൽ 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. NDRF, ഫയർഫോഴ്സ് എന്നിവർക്കൊപ്പം സന്നദ്ധ സംഘടനകളും നാട്ടുകാരും സ്വന്തം നിലക്ക് തിരച്ചിൽ നടത്തുന്നുണ്ട്. ശക്തമായ അടിയൊഴുക്കും പാറക്കുഴികളും കൊണ്ട് അപകടം നിറഞ്ഞതാണ് പുഴ. ഒന്നാമത് അടിയൊഴുക്കും ഈ ചെങ്കുത്തായ പാറകളും ആഴമേറിയ പല സ്ഥലങ്ങളുമാണ് ബുദ്ധിമുട്ടുള്ളത്. അതേപോലെ തന്നെ താഴെ കിടക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിലുള്ള കല്ലുകളൊക്കെയാണ്. അവിടെയൊക്കെ ചർച്ചയിൽ നടക്കുന്നുണ്ട്. നേവിയും കൂടി ഈ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി എഫക്റ്റ് ആവും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പുഴ 3 കിലോമീറ്റർ ഒഴുകി കടലിൽ ചേരും. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്തണമെന്നും തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 24 തിരൂർ. 3 മാസം പ്രായമുള്ള നായക്കുട്ടിയുടെ മുഖത്ത് രാസവസ്തു ഒഴിച്ച് പൊള്ളിച്ച് ക്രൂരത. എറണാകുളം മൂനിപ്പള്ളി സ്വദേശിയുടെ നായക്കുട്ടിയോടാണ് അയൽവാസി ക്രൂരത കാണിച്ചതായി പരാതി ഉയർന്നത്. നായക്കുട്ടിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടാവുകയും ചെയ്തു. കണ്ണില്ലാത്ത ക്രൂരതയാണ് 3 മാസം പ്രായമുള്ള ഈ കുഞ്ഞു നായക്കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് നായക്കുട്ടിയുടെ ശരീരത്തിൽ രാസവസ്തു ഒഴിച്ചു എന്നാണ് മോനിപ്പള്ളി സ്വദേശി നയനയുടെ പരാതി. രാസവസ്തു കണ്ണിൽ വീണതോടെ നായക്കുട്ടിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. രാസവസ്തു ശരീരത്തിനകത്തെത്തിയതോടെ നായയുടെ ആന്തരികാവയവങ്ങൾക്കും ഗുരുതര പരിക്കേറ്റെന്നും പുത്തൻകുരിശ് പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്നതായും ഇരു കക്ഷികളോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതായും പോലീസും പറഞ്ഞു. 24 കൊച്ചി. കാലിക്കറ്റ് സർവകലാശാലയിൽ സമരങ്ങൾക്ക് നിരോധനം. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് ചൂണ്ടിക്കാട്ടി പോലീസ് വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചു. സർവകലാശാല കെട്ടിടങ്ങൾ, പരീക്ഷാ ഭവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ 200 മീറ്റർ ചുറ്റളവിൽ പ്രകടനങ്ങളോ ധർണയോ സമരമോ പാടില്ല എന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് വിവരങ്ങളുമായി. സമീർ, കഴിഞ്ഞ ദിവസവും നമ്മൾ കാലിക്കറ്റ് സർവകലാശാലയിൽ സമരങ്ങൾ കണ്ടതാണ്. എന്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് പൊടിതട്ടിയെടുക്കാൻ കാരണം സമീർ?
ഉന്മേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാലിക്കറ്റ് സർവകലാശാല ഒരു സമരത്തിന് വേദിയായി മാറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരത്തിൽ കൂടുതലും സംഘർഷാവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തേഞ്ഞിപ്പലം SHO വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. കത്തിൽ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ സമരത്തിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത്. സർവകലാശാല കെട്ടിടങ്ങൾ, പരീക്ഷാ ഭവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ 200 മീറ്റർ ചുറ്റളവിൽ സമരങ്ങളോ പ്രകടനങ്ങളോ ധർണയോ പാടില്ല എന്നുള്ളതാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ ഈ നിയമം ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സമരം ചെയ്യുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഈ കത്തിൽ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേരത്തെയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ സമരം ചെയ്തതിന് മൂലം വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്ന രീതിയിലേക്ക് വരെ യൂണിവേഴ്സിറ്റി കടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസും വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഉന്മേഷ്. ശരി സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത കോഴിക്കോട് നിന്ന് മിഥില ബാലൻ അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് വടകരയിലും ഓർക്കാട്ടേരിയിലും മാവോവാദി അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഓർക്കാട്ടേരി ടൗണിലുമാണ് ഈ പോസ്റ്ററുകൾ. മാവോവാദി നേതാവ് രൂപേഷിന് അനുകൂലമായിട്ടുള്ള എഴുത്തുകളാണ് ഈ പോസ്റ്ററിൽ ഉള്ളത്. ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടനയുടെ പേരിലാണ് ഇപ്പോഴത്തെ ഈ പോസ്റ്റർ എന്നാണ് മിഥില ബാലൻ അറിയിക്കുന്നത്. കോഴിക്കോട് വടകരയിലും ഓർക്കാട്ടേരിയിലുമാണ് മാവോവാദി അനുകൂല പോസ്റ്ററുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. MDMAയുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസുമായി ബന്ധമുള്ള സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം നീളുന്നു. റിൻസിയെ നിരന്തരം ഫോണിൽ വിളിച്ച 4 താരങ്ങളോട് പോലീസ് വിവരങ്ങൾ തേടി. സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണ് റിൻസി വിളിച്ചത് എന്നാണ് നടന്മാർ അറിയിച്ചത്. റിൻസിയുമായി സൗഹൃദമുണ്ടെന്ന് ഒരു നടിയും പോലീസിനെ അറിയിച്ചു. ലഹരി കച്ചവട കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസുമായി ബന്ധമുള്ള സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുകയാണ്. റിൻസിയുടെ ഫോണിൽ കഴിഞ്ഞ 6 മാസമായി വിളിച്ചവരെയാണ് പോലീസ് ബന്ധപ്പെട്ടത്. ഇത്തരത്തിൽ 30 പേരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കി. പോലീസ് വിളിച്ചപ്പോൾ സിനിമാ പ്രൊമോഷന് വേണ്ടിയാണ് റിൻസിയെ വിളിച്ചതെന്നായിരുന്നു 3 നടന്മാരുടെ പ്രതികരണം. കേസിൽ റിൻസിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് നാളെ കോടതിയെ സമീപിക്കും. അതേസമയം റിൻസിയുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയ കോഴിക്കോട് സ്വദേശിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചു. ഈ പണമിടപാട് ലഹരി കച്ചവടത്തിനായിരുന്നു എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. റിൻസിയുടെ ഫോണിൽ നിന്ന് ചില ഫോൺ കോൾ റെക്കോർഡിംഗുകൾ ഡിലീറ്റ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വീണ്ടെടുക്കാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചു. S. ശ്യാംകുമാർ, 24, കൊച്ചി. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി ലഹരി മാഫിയ. കൊച്ചിയിലും കൊല്ലത്തും MDMA പിടികൂടി. പത്തനംതിട്ടയിൽ കഞ്ചാവുമായി DYFI പ്രവർത്തകൻ അറസ്റ്റിലായി. കൊച്ചിയിൽ 25 ഗ്രാം MDMAയുമാണ് ലിജിയ എന്ന വനിത ഉൾപ്പെടെ 3 പേരെ എക്സൈസ് പിടികൂടിയത്. തൈക്കൂടത്തുള്ള റിസോർട്ടിൽ നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ്. ലിജിയ കൊച്ചിയിലെ പ്രധാന ലഹരി ഇടപാടുകാരിയാണ്. മരട് സ്വദേശികളായ വിഷ്ണു, സജിത്ത് എന്നിവരും പിടിയിലായിട്ടുണ്ട്. പത്തനംതിട്ട അടൂരിലാണ് കഞ്ചാവുമായി DYFI പ്രവർത്തകൻ പിടിയിലായത്. കോട്ടമുകൾ സ്വദേശി മുഹമ്മദ് സബീറിന്റെ പക്കൽ നിന്ന് 3 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. കൊല്ലത്ത് ലഹരി കേസിലെ പ്രതി വീണ്ടും MDMAയുമായി പിടിയിലായി. 227 ഗ്രാം MDMAയുമാണ് കല്ലേലി ഭാഗം തൊടിയൂർ സ്വദേശി അനന്തുവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം 24, കൊച്ചി. പാലക്കാട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് തൂതപ്പുഴയിലെ കുലുക്കലൂർ മപ്പാട്ടുകര തടയണയിൽ 72കാരി ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നുള്ള വാർത്ത ശ്രീജിത് ശ്രീകുമാർ അറിയിക്കുന്നുണ്ട്. കുലുക്കലൂർ മടാല ഫാത്തിമ എന്ന മാളുവിനെയാണ് കാണാതായത്. ആഭരണങ്ങൾ വീട്ടിൽ അഴിച്ചു വെച്ച നിലയിലാണ്. പുലർച്ചെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നു. പുഴക്കരയിൽ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരച്ചിൽ നടന്നത്. ഫയർഫോഴ്സും സ്കൂബ സംഘവും ഇപ്പോൾ അവിടെയുണ്ട്. അവർ ഈ തടയണയിൽ തിരച്ചിൽ നടത്തുകയാണ് എന്നാണ് ശ്രീജിത്ത് അറിയിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന അഫ്ഗാൻ വിദ്യാർത്ഥികൾക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ സ്നേഹവിരുന്ന്. തിരുവനന്തപുരം ശ്രീകാര്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് പ്രത്യേക ക്ഷണത്തിൽ മന്ത്രിമന്ദിരത്തിൽ എത്തിയത്. മുൻപ് ഒരു പരിപാടിക്കിടെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ശ്രീകാര്യം സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന അഫ്ഗാൻ വിദ്യാർത്ഥികളെ കാണുന്നത്. മന്ത്രി തന്നെ അന്ന് കുട്ടികളെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ റോസ് ഹൗസിലെത്തിയ കുട്ടികളെയും കുടുംബത്തെയും മന്ത്രിയുടെ ഭാര്യ പാർവതിയാണ് സ്വീകരിച്ചത്.
2 വർഷം കൊണ്ട് മലയാളം നന്നായി പഠിച്ച കുട്ടികൾ മന്ത്രിയോടും മലയാളത്തിൽ തന്നെ സംസാരിച്ചു. പിന്നാലെ മന്ത്രിയുടെ ചില ചോദ്യങ്ങളും കുട്ടികളുടെ മുന്നിലേക്ക്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എത്രാം ക്ലാസ്സിലാ? എങ്ങനെയുണ്ട് സ്കൂള്? അവനോട് സുഖാണോ ചോദിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി ആരാ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ ചീഫ് മിനിസ്റ്റർ? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? അഫ്ഗാൻ പൗരരായ ഷെഫീഖ് റഹീമി, സർഗോന റഹീമി ദമ്പതികൾ കേരള സർവകലാശാല കാരൂട്ടം ക്യാമ്പസിൽ ഗവേഷണത്തിനായിട്ടാണ് കേരളത്തിലെത്തിയത്. അവരുടെ 6 മക്കളിൽ 3 പേർ തിരുവനന്തപുരം ശ്രീകാര്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. മന്ത്രിയോടൊപ്പമുള്ള പ്രഭാത ഭക്ഷണശേഷം മന്ത്രിമന്ദിരവും ചുറ്റിക്കണ്ടാണ് കുടുംബം പിരിഞ്ഞത്. 24 തിരുവനന്തപുരം. കോഴിക്കോട് വടകരയിലും ഓർക്കാട്ടേരിയിലും മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന് അനുകൂലമായാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മിഥില ബാലനുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. മിഥില, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ കണ്ടത്. വടകരയിലും ഒപ്പം തന്നെ ഓർക്കാട്ടേരിയിലുമാണ്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഒപ്പം തന്നെ ഓർക്കാട്ടേരി ടൗണിലുമാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ കണ്ടത്. രൂപേഷിന് അനുകൂലമായിട്ടാണ് ഈ ഒരു പോസ്റ്റർ ഉള്ളത്. അതായത് രൂപേഷിനെതിരെ ചുമത്തിയ പുതിയ കേസ് കർണാടക സർക്കാർ പിൻവലിക്കണമെന്നാണ് ഈ പോസ്റ്ററിലൂടെ ആവശ്യപ്പെടുന്നത്. ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടനയുടെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ഉള്ളത്. ഉന്മേഷ്. ശരി, മിഥില ബാലനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ദേശീയ തലത്തിൽ മുൻനിര റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിജയികൾക്ക് സ്വർണ്ണ മെഡലുകളും സ്കോളർഷിപ്പുകളും സമ്മാനിച്ചു. നീറ്റ്, കീം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായാണ് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേ മെഡികോൺകർ 2025 സംഘടിപ്പിച്ചത്. അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ദീപ്നിയ DB, 2ാം റാങ്ക് നേടിയ ഷെഫിൻ മൻസൂർ KP, 3ാം റാങ്ക് ലഭിച്ച സബീഹ ബായ് എന്നിവരെയും കീം പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ ഹരികിഷൻ ബൈജുവിനെയും ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി MP രാജേഷ്, ബെന്നി ബെഹനാൻ MP, റോജി M ജോൺ MLA, തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS, KSCRC ചെയർമാൻ TK ജോസ് IAS, CBSE സ്കൂൾ ദേശീയ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിര രാജൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ദീപ്നിയ DPക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും സമ്മാനിച്ചു. കീം പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ഹരികിഷൻ ബൈജുവിന് 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ക്യാഷ് അവാർഡുകളും ഗോൾഡ് മെഡലുകളും സമ്മാനിച്ചു. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ സബിത മുനീർ ദമ്പതികളുടെ വീടെന്ന സ്വപ്നമാണ് 24ലൂടെ യാഥാർത്ഥ്യമായത്. 2 പെൺകുട്ടികൾ അടങ്ങുന്ന കുടുംബം വീടിനായി പലരെയും സമീപിച്ചെങ്കിലും കാത്തിരിക്കാനായിരുന്നു മറുപടി. പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ലൈഫ് മിഷനിലും അപേക്ഷ നൽകിയെങ്കിലും കാത്തിരിപ്പ് മാത്രമായി ഫലം. അങ്ങനെയാണ് 24 കണക്റ്റിനെ സബിത സമീപിക്കുന്നത്. 450 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് വീട്. 24 കണക്ട് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ KV സജീവ് കുമാർ വീടിന്റെ താക്കോൽ കൈമാറി. കണക്ട് സംസ്ഥാന കോർഡിനേറ്റർ മനോജ് മാവേലിക്കര ഉദ്ഘാടനം ചെയ്തു. വീടെന്ന സ്വപ്നം 24ലൂടെ യാഥാർത്ഥ്യമായതിൽ സന്തോഷമെന്ന് കുടുംബം. ഞങ്ങൾ 10-12 വർഷമായ ഒരു വീടിന് അപേക്ഷ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു പോസിറ്റീവായ ഒരു റിസൾട്ട് കിട്ടിയിട്ട് അങ്ങനെ പിന്നെ 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഞങ്ങളൊരു അപേക്ഷ കൊടുക്കുകയും അങ്ങനെ ഇതിന് ഭാഗമായി ഒരു വീട് പാസ്സാവുകയും 5 മാസം കൊണ്ട് അതിന് പണി തീർത്ത് തരികയും ചെയ്തു. ഇതിന് ഞങ്ങൾ 24 കണക്റ്റിനും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും അതിയായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. 24 കണക്റ്റിനും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും നന്ദിയെന്ന് നഗരസഭാ കൗൺസിലർ കെ മോഹനൻ. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും അതുപോലെ തന്നെ 24 ചാനലിലും എല്ലാവിധ ഭാവങ്ങളും നഗരസഭയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. 24 കണക്ട് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി രതീഷ് ചടങ്ങിൽ പങ്കെടുത്തു. 24 കാസർഗോഡ്.
ഓണമിങ്ങെത്തും മുന്നേ കൊല്ലത്ത് ഓണക്കളികൾക്ക് തുടക്കമായി. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രത്തിന്റെ കളിമുറ്റമാണ് മറഞ്ഞു തുടങ്ങിയ നാടൻ കളികൾക്ക് വേദിയായത്. ഈ കളി എന്ന് വെച്ചാ നമ്മളെ ഇതിനെ ചുറ്റും ഓടും. അപ്പോഴേക്കും ഈ കമ്പ് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാ അവരടിച്ചാ അവർക്ക് മാർക്ക്, അവരടിക്കാതിരുന്ന് നമ്മൾ ഈ വര കഴിഞ്ഞാ നമുക്ക് മാർക്ക്. ഇനി ചക്കുകളി. ഒരിടത്ത് ഗോലികളി, മറ്റൊരിടത്ത് കല്ലുകളി, ഓടും പന്തും കുട്ടിയും കോലും വേറെ, ഇങ്ങനെ 10ഓളം നാടൻ കളികൾ. പ്രകാശ് കലാകേന്ദ്രം 67ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇക്കുറി ഇങ്ങനെയാണ്. സാധാരണ രീതിയിൽ ഞങ്ങൾ ഗെയിംസ് മത്സരങ്ങൾ, ക്യാരംസും ഷട്ടിലും അങ്ങനെയുള്ള മത്സരങ്ങളായിരുന്നു നടത്തി വന്നിരുന്നത്. കൊച്ചുകുട്ടികൾ ഈ അവധി ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഗ്രൗണ്ടിൽ വന്ന് നിന്നിട്ട് ഗോലികളി അങ്ങനെയുള്ള പഴയ കളികൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം. എന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മകളിലുള്ള കുറേയേറെ നാടൻ കളികളുണ്ട്. അപ്പം നമ്മളത് അവരെ അഭ്യസിപ്പിക്കുകയും ഇവിടെ ഇപ്പോൾ കൊച്ചുകുട്ടികൾ തൊട്ട് വലിയവരും പ്രായമായവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇവിടെ കളികൾ നടത്തുന്നത്. അങ്ങനെ ഒരു ഓർമ്മയുടെ ഒരു ഉത്സവം ഇവിടെ സൃഷ്ടിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. നീരാവിൽ വാരിയേഴ്സ്, അഷ്ടമുടി ഗോട്ട്, കലാകേന്ദ്രം ലെജൻഡ്സ്, ഐപ്പുഴ റോയൽസ്, കുട്ടികളും വനിതകളും പുരുഷന്മാരുമടങ്ങുന്ന 20 പേരുള്ള ഈ ടീമുകളാണ് മത്സരങ്ങളിൽ മാറ്റുരച്ചത്. നീരാവിന്റെ പഴയ പേരായ ഐപ്പുഴയെ ഓർമ്മപ്പെടുത്തി ഐപ്പുഴ കാർണിവൽ എന്ന പേരിലായിരുന്നു മത്സരം. ഫുട്ബോളും ഫുട്സാലുമൊക്കെയായി മത്സരങ്ങൾ തുടരും. നാടൻ കളികളൊക്കെ മറന്നു തുടങ്ങുന്ന പുതുതലമുറയ്ക്ക് നാട്ടിൻപുറങ്ങളിലെ ആ കളികളൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നൽകുകയാണ് നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം.